നമസ്കാരം, ഇത് IBN മലയാളം. തദ്ദേശ ജനപ്രതിനിധികൾ പാർട്ടി മാറുമ്പോൾ ആ സ്ഥാനം രാജിവെക്കണമെന്ന വിചിത്രവാദവുമായി നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. CPM ഭരിക്കുന്ന കൂത്താട്ടുകുളം നഗരസഭയിൽ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കാനെത്തിയ CPM കൗൺസിലർ കലാരാജുവിനെ വസ്ത്രാക്ഷേപം ചെയ്യുകയും തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തെന്നാരോപിച്ചുള്ള അനൂപ് ജേക്കബിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിനുള്ള മറുപടിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ നിലപാട്. കഴിഞ്ഞ 5 വർഷമായി കൗൺസിലറായ കലാരാജുവിനെ പ്രലോഭിപ്പിച്ച് സ്വാധീനിക്കാൻ ശ്രമിച്ചു. സ്വാധീനിക്കപ്പെട്ടില്ലെങ്കിൽ ആ സ്ഥാനത്തിരുന്നു കൊണ്ടല്ല അപ്പുറത്ത് ചെല്ലേണ്ടത്, രാജിവെക്കണം. കാലുമാറ്റത്തെ കോൺഗ്രസ് അംഗീകരിക്കുകയല്ല ചെയ്യേണ്ടത്. കേരളം സ്ത്രീ സുരക്ഷയ്ക്ക് മാതൃക തന്നെയാണെന്നും കലാരാജുവിനെ നഗരസഭാ ചെയർപേഴ്സന്റെ കാറിൽ കയറ്റിക്കൊണ്ടുപോയെന്ന പരാതിയിൽ 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ എത്രയോ പഞ്ചായത്തുകളിൽ എത്രയോ പേർ അങ്ങോട്ടും ഇങ്ങോട്ടും കാലുമാറിയിട്ടുണ്ടെന്നും അവരെയൊക്കെ തട്ടിക്കൊണ്ടു പോവുകയാണോ വേണ്ടതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചു. 1 മാസം മുമ്പ് വ്യവസായ മന്ത്രിയുടെ മണ്ഡലത്തിലെ കരുമാലൂർ പഞ്ചായത്തിൽ തങ്ങളുടെ ഒരു അംഗം പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മാറി വോട്ട് ചെയ്തു. അവരോടന്ന് രാജിവെക്കാനാണോ CPM നിർദ്ദേശിച്ചത്? ഉച്ച കഴിഞ്ഞ് നടന്ന വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഈ കാലുമാറ്റക്കാരനെ CPM വൈസ് പ്രസിഡന്റ് ആക്കി. എന്നിട്ടും ഇവിടെ വന്ന് ഇങ്ങനെ സംസാരിക്കാൻ മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? രാവിലെ കാലുമാറിയവനെ ഉച്ച കഴിഞ്ഞ് വൈസ് പ്രസിഡന്റ് ആക്കിയ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമല്ലേ നിങ്ങൾ? സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പ്രസംഗിക്കുന്ന മുഖ്യമന്ത്രി വനിതാ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ പ്രതികളെ ന്യായീകരിക്കുകയാണ്. നിങ്ങൾ ചരിത്രത്തിൽ അഭിനവ ദുശാസനന്മാരായി മാറും. അവിടെ എന്താണ് നടന്നതെന്നതിന് അനൂപ് ജേക്കബ് ദൃക്സാക്ഷിയാണ്. അവരെ വസ്ത്രാക്ഷേപം ചെയ്തു, തലമുടിയിൽ ചുറ്റിപ്പിടിച്ച് സാരി വലിച്ചു കീറി, കാറിൽ കയറ്റി, അവരുടെ കാൽ ഡോറിൽ കുടുങ്ങി എന്ന് പറഞ്ഞപ്പോൾ കാല് വെട്ടി തരാമെന്നാണ് DYFIയുടെ ബ്ലോക്ക് സെക്രട്ടറി പറഞ്ഞതെന്നും സതീശൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.